4 ഫ്രഷ് ടയർ വാങ്ങി വെച്ചിട്ടുണ്ട്, ഇട്ടിട്ടില്ല. 4 പുത്തൻ ടയറോട് കൂടിയിട്ട് ഫുൾ കമ്പനി സർവീസോട് കൂടിയിട്ട് 5 ലക്ഷം രൂപ ഐഡിയുള്ള ഇൻഷുറൻസോട് കൂടിയിട്ട് നമുക്കിത് ചോദ്യമാണ്. എന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കാം, കുഞ്ഞു വ്യത്യാസം ചെയ്ത് കൊടുക്കാം, നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ലോ കിലോമീറ്റർ വണ്ടി തപ്പുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. എത്ര ലക്ഷം ഇനി ഓടാൻ കിടക്കുന്നില്ലേ? സ്റ്റാർട്ടും കാര്യങ്ങളും എല്ലാം വരുന്ന ന്യൂ ഷേപ്പിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പോട് കൂടി വരുന്ന വണ്ടിയാണ്. ഡീസൽ വണ്ടി, 110 ഓട്ടം, അത് ജെന്യൂൻ കിലോമീറ്റർ ആണ് വണ്ടി. സർവീസ് ഉണ്ട്, പ്രോപ്പർ കമ്പനി സർവീസ് ആണ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ വണ്ടൂർ കിഷോറേട്ടൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. വണ്ടൂർ കാർസ്, സ്വാഗതം. ഇവർ രണ്ടുപേരുണ്ട്, സഫറുൽക്കയും കിഷോറേട്ടൻ അല്ലേ? ഓക്കെ, രണ്ടുപേരും കൂടിയിട്ടാണ് ഈ സ്ഥാപനം നടത്തുന്നത്. അപ്പോൾ നമ്മളിപ്പോ ഏകദേശം 6 വർഷത്തോളമായി അല്ലേ വീഡിയോ ചെയ്ത്? തീർച്ചയായിട്ടും 19 തുടങ്ങിയിട്ടുണ്ട്. കൊറോണക്കൊക്കെ മുന്നേ വീഡിയോ ചെയ്ത് തുടങ്ങിയ സ്ഥലമാണ്. അപ്പോൾ അത്രയും വാഹനങ്ങൾ ഇവിടുന്ന് വിറ്റ് പോയിട്ടുണ്ട്. ഇതുവരെ നമുക്ക് കാര്യമായ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും കേൾപ്പിച്ചിട്ടില്ല ഇതുവരെ അല്ലേ? ഓക്കെ, ആരും എന്നെ വിളിച്ച് പേഴ്സണലി ഇവിടുത്തെ ഒരു കംപ്ലയിൻറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഷോറൂമാണ്. പിന്നെ കിഷോറാട്ടെ പറ്റി പറയുകയാണെങ്കിൽ 10-20 വർഷത്തോളം മെക്കാനിക്കായിട്ട് തന്നെ ജോലി ചെയ്തതാണ് അല്ലേ? പ്യുവർലി വണ്ടിയുടെ എല്ലാ വശങ്ങളും അറിയുന്ന ആൾ തന്നെയാണ്. ഇന്നത്തെ സ്റ്റോക്കിനെ പറ്റി എന്താ പറയുക ഷോട്ടാ? ഇത് സ്റ്റോക്ക് ഒരുപാട് വണ്ടികൾ നമുക്ക് നിലവിലുണ്ട്. അതിലിപ്പോൾ നമുക്ക് ഡീസലും ഉണ്ട്, പെട്രോളും ഉണ്ട്, കിലോമീറ്റർ കൂടി ഓടിയതുകൊണ്ട് ലോ കിലോമീറ്റർ ഓടിയ വണ്ടികളും നമുക്ക് എല്ലാം ഉണ്ട്. വിലയൊക്കെ ഏറ്റവും കുറഞ്ഞ രീതിയിലാണ് നമുക്ക് പ്രാവശ്യം കൊടുക്കുന്നത്. പണ്ടത്തെ ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റം ഡസ്റ്ററും ടറാനുമായിരുന്നു. ഉണ്ട്, ഡസ്റ്റർ ടറാനും പഴയ പോലെ എടുക്കൽ കുറച്ച് കുറവാണ് ഇപ്പോൾ. എന്നാലും കുഴപ്പമില്ല, 2 ഡസ്റ്റർ പ്രശ്നം നമുക്കുണ്ട്. എല്ലാ സെഗ്മെന്റും ഉണ്ട് അല്ലേ? ചെറുതും വലുതായത് എല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് ഓഫർ ഒന്നും കൊടുക്കണ്ട, വില മാക്സിമം കുറച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ സ്ഥിരം ഓഫർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ്, വെള്ളം, ഫ്ലഡ്, കിലോമീറ്റർ ബാക്കിലോട്ട് വലിക്കുക, ഈ കാര്യങ്ങളൊന്നും ഉള്ള കിലോമീറ്റർ എന്താണോ അതങ്ങനെ കിലോമീറ്റർ ആയിരിക്കും. എത്ര ഓടി കിലോമീറ്റർ അത് ജെന്യൂൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ വണ്ടൂർ ഏതാ സിറ്റി പാലസ് ബാർ നേരെ ഓപ്പോസിറ്റ് ആണ് ലൊക്കേഷൻ വരുന്നത്. കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ SUV സെഗ്മെൻറ്റ് ഡീസൽ വണ്ടികളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ഇവിടെ തന്നെ ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്തോളൂ ആ നമ്പറിലേക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലേ? ഓക്കെ, ആദ്യം ഈ ഒരു അൾട്ടിസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കിഷോറാട്ട് അങ്ങനെ റീവണ്ടി എടുക്കാത്തതാണല്ലോ? ഇത് ചിലപ്പോൾ ഒരു വണ്ടി എടുത്ത് കൊണ്ടുവന്ന് വെച്ചാൽ നല്ല വണ്ടിയാണ്, അപ്പോൾ അങ്ങനെ കിട്ടോട്ട് കൊണ്ടുവന്നാണ് ഞാൻ. ഇത് 2015 ഇയർ വരുന്നത്. GL എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നത്. ബട്ടർ സ്റ്റാർട്ട്, എയർ ബാഗ്, ABS, അലോയ്സ് ഒക്കെ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പ് അല്ല? 1,80,000 കിലോമീറ്റർ ഓടിയിട്ടില്ല, 1,80,000 കിലോമീറ്ററും കമ്പനി സർവീസ് ചെയ്ത് കൊടുക്കുന്ന വണ്ടിയാണ്. പ്രോപ്പർ കമ്പനി സർവീസ്. മേജർ ആക്സിഡന്റോ മറ്റു കാര്യങ്ങളോ ഫ്ലഡ് അങ്ങനെ കാര്യങ്ങളൊന്നും നിലവിൽ വണ്ടിക്കില്ല. ഓക്കെ, നമ്മൾ നമ്പർ ആക്കാൻ കൊടുത്തിട്ടുണ്ട്, ഇയറിംഗ് കഴിഞ്ഞിട്ടുണ്ട് വണ്ടിയുടെ. എവിടെ? നിലമ്പൂർ ആക്കി 71 നമ്പർ ആക്കാൻ കൊടുത്തിട്ടുണ്ട്. ഹിയറിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് നമ്പർ ആക്കിങ്ങാണ്ട് നമ്മൾ ഈ വണ്ടി 6,30,000 രൂപ വണ്ടി കൊടുക്കുന്നു. കേരള നമ്പർ KL 71 ആക്കിയതിന് ശേഷം 2015 1,80,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് GL, പുഷ് ബട്ടൺ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഈ ഒരു GL അൾട്ടിസ് നിങ്ങൾക്ക് 6,30,000 രൂപയ്ക്ക് കൊണ്ടുപോകാം. ഇതിൻ്റെ മുകളിൽ നിങ്ങളൊരു പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നമുക്ക് 5 ലക്ഷം ലോണും പ്രതീക്ഷിക്കാം. അത്രയും ലോണും കിട്ടും അല്ലേ? ചിലപ്പോൾ അത് 6 വരെയും കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊണ്ടുപോകാം. നല്ല അടിപൊളി ആൾട്ടിസ്. ഓക്കെ, വേറൊരു വർക്കില്ല അല്ലേ? ഒരു വർക്ക് ചെയ്യാനില്ല. ഓക്കെ, അതുകൊണ്ടാണ് എടുത്തത് ഫ്രീ വണ്ടി. അതുകൊണ്ട് ക്വാളിറ്റി വണ്ടി അങ്ങനെ ചെയ്യാറില്ല പുള്ളി, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ധൈര്യത്തിൽ കൊണ്ടുപോകാം, എടുക്കുന്നതാക്കുക, ഗ്യാരണ്ടി തന്നെയാണ്. തീർച്ചയായും. ഓക്കെ, എന്തായാലും താല്പര്യം വിളിച്ചോളൂ. നല്ലൊരു അടിപൊളി സഡാൻ കാറ്റഗറി, കേരള നമ്പർ ആക്കിയിട്ട് 6,30. അടുത്ത വണ്ടിയിലേക്ക് ഒരു 20-22 കിലോമീറ്റർ മൈലേജിൽ നല്ല ഡ്രൈവിംഗ് കംഫർട്ടിൽ കുറഞ്ഞ മെയിൻ്റനൻസിൽ കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെന്റ് ആണ് ഹോണ്ട ജാസ് KL 30 രജിസ്ട്രേഷൻ ഡീസൽ വണ്ടിയാണ്. എങ്ങനെ ഡീറ്റെയിൽ? 2016 മോഡൽ 70,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ്. 70,000 കിലോമീറ്റർ ആണ്, പ്രോപ്പർ ജെന്യൂൻ കിലോമീറ്റർ ആണ്. 70 സർവീസ് ഇപ്പോൾ കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ് ഈ വണ്ടി. തൽക്കാലം പേരും വേണ്ട നിർബന്ധനായത് തൽക്കാലം ഒരാൾ പേരിലോട്ട് മാറി. യൂസ്ഡ് ഒരാൾ തന്നെയാണ്, പക്ഷേ ജസ്റ്റ് പേര് മാറി. അതുപോലെ 4 ടയർ പുതിയ ടയർ ഉണ്ട്. S ആണ് വേരിയന്റ്. S തന്നെ ഇതെല്ലാം വരും, എല്ലാ ഫീച്ചേഴ്സും വരും. സ്റ്റീരിയോ കൺട്രോൾ എല്ലാം വരുന്നതാണ്. അഡീഷണൽ സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. റീപ്ലേസ്മെന്റ് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല മെക്കാനിക് ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 4,95 കൊടുക്കാം. 4,95,000 രൂപയ്ക്ക് ഒരു അടിപൊളി പ്രീമിയം ഹാച്ച് ബാക്ക് ജാസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. സ്റ്റിയറിംഗ് കൺട്രോൾസ്, പിന്നെ എല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് എല്ലാം വരും. അലോയ്സ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ, ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഓപ്ഷനുമാണ്. അപ്പോൾ താല്പര്യം വിളിച്ചോ. 20 മുകളിൽ തന്നെ മൈലേജ്. മാത്രമല്ല ഹോണ്ടയ്ക്ക് പൊതുവെ ഹോണ്ടയുടെ എഞ്ചിൻ ലൈഫ് ഒരു 5 ലക്ഷം 6 ലക്ഷം കിലോമീറ്റർ ഓടി വണ്ടിയാണ്. ഒരു കുഴപ്പം കാരണം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന വണ്ടി ഹോണ്ടയാണ്. അതെ, ഞാനും. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് ഹോണ്ട അമേസ് ആണ്, ഒരു കോമ്പാക്ട് സെഡാൻ കാറ്റഗറി വണ്ടി. KL 1 തിരുവനന്തപുരം വണ്ടിയാണ്. എങ്ങനെ ഡീറ്റെയിൽ? 2015 മോഡൽ പെട്രോൾ വണ്ടി.
SX ആണ് ഓപ്ഷൻ വണ്ടി വരുന്നത്. SX എയർ ബാഗ് SX ആണ് ഓപ്ഷൻ വണ്ടി വരുന്നത്. എയർ ബാഗ് കാര്യങ്ങൾ, സ്റ്റീരിയോ കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ 80,000 കിലോമീറ്ററിൽ പ്രോപ്പർ കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഒരു റീപ്ലേസ്മെന്റ് മറ്റു കാര്യങ്ങളൊന്നും നിലവിലില്ല. ഇപ്പം 4 ടയർ നിലവിൽ ഒറ്റ മോശമായിരിക്കുന്ന ടയറാണ്. 4 ഫ്രഷ് ടയർ വാങ്ങി വെച്ചിട്ടുണ്ട്, ഇട്ടിട്ടില്ല. 4 പുത്തൻ ടയറോട് കൂടിയിട്ട് ഫുൾ കമ്പനി സർവീസോട് കൂടിയിട്ട് 5 ലക്ഷം രൂപ IDV ഇൻഷുറൻസോട് കൂടിയിട്ട് നമുക്കിത് 3.5 ലക്ഷം കൊടുക്കാൻ പറ്റും. 3,25,000 ഫൈനലാണോ? ഫൈനലാ. ചെറിയ എന്തെങ്കിലും ചിലപ്പോൾ വ്യത്യാസമൊക്കെ കച്ചവടത്തിന് നിരക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 3 ഫുൾ ലോണും കിട്ടും. ഫുൾ ലോണിൽ 2015 S ആണ്, മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. SX. ഇതിന്റെ തൊട്ട് മേലെ VX ആണ് വരുന്നത്. അതെ അതെ. ഓക്കെ, ഇതിൽ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, മിറർ അഡ്ജസ്റ്റ്മെന്റ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും എല്ലാം വരും. എയർ ബാഗ് അടക്കം വരും. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഒരു ക്ലെയിമില്ല. പെട്രോൾ എമേസ് ആണ്, ഇങ്ങനെ ഓടിക്കോളും. പെട്രോൾ ഓടിക്കുക, ഒരു പണിയും കംപ്ലൈന്റ് ഇല്ല. പിന്നെ പെട്രോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 3,25,000 രൂപയ്ക്ക് പുത്തൻ 4 ടയർ ഇട്ടിട്ട് 5 ലക്ഷം IDV ഇൻഷുറൻസ് ഉണ്ട് അല്ലേ? 5 ലക്ഷം IDV. അതെ, അതുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ഫുൾ ഓണും ചാൻസ് ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അടുത്തത് ചെറിയ സെഗ്മെന്റ് ആണ്, Hyundai i10 KL5 അല്ലേ? കോട്ടയം വണ്ടി. എന്തെങ്കിലും ഡീറ്റെയിൽ. 2009 മോഡൽ വണ്ടിയാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. 1 ലക്ഷം താഴെ കിലോമീറ്റർ. ജെനുവിൻ ആണ് കേട്ടോ. എത്ര ഓട്ടം? 1 ലക്ഷത്തിന് താഴെ ഓടിയുള്ളൂ. 93-92 റേഞ്ചിലാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. അതുപോലെ ഒരു റീപ്ലേസ്മെന്റ് മറ്റു കാര്യങ്ങളൊന്നും നിലവിൽ വണ്ടിക്കില്ല. ഒരു റീപ്ലേസ്മെന്റ് ഈ കാലയളവിൽ വരെ ഒരു റീപ്ലേസ്മെന്റ് ഈ വണ്ടിക്ക് വന്നിട്ടില്ല. പേപ്പർ 29 വരെ പുതിയ പേപ്പറോട് കൂടിയിട്ട്, പുതിയ ഇൻഷുറൻസോട് കൂടിയിട്ട്. ഓപ്ഷൻ ഏതാ? ഇറയാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ വരുന്ന മോഡൽ വണ്ടിയാണ്. ഇത് നമുക്ക് 95 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 95,000 രൂപയ്ക്ക് 2029 വരെ പേപ്പറുള്ള ഈ ഒരു റീപ്ലേസ്മെന്റും ഇല്ലാത്ത 1 ലക്ഷം താഴെ ഓടിയ നല്ലൊരു വണ്ടി. ഹൈ മെക്കാനിക്കാണ് വണ്ടി ഓടിക്കാൻ. കുഞ്ഞു ശബ്ദം പോലും വണ്ടിയിലില്ല. എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്. AC കാര്യങ്ങളൊക്കെ എല്ലാം വർക്കിംഗ്. ഓക്കെ. അപ്പോൾ മൈലേജ് ഒരു 11-14 വരെയൊക്കെ കണ്ടാൽ മതി. ചെറിയ വണ്ടിയാന്ന് പറഞ്ഞില്ലേ? ഹ്യുണ്ടായിന്റെ പഴയ വണ്ടി 1 ലിറ്റർ എഞ്ചിൻ വരുന്ന വണ്ടി. അത് 1 ലിറ്ററാ? 1 ലിറ്റർ എഞ്ചിൻ വരുന്ന വണ്ടി. 1.2 1 വരും. അത് സാൻഡ്രോന്റെ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. ഹീറോയിൽ സാൻഡ്രോന്റെ എഞ്ചിൻ. മറ്റേ 1.2 ആണ് വരെ. കാപ്പ 1.2 ആണ് വരെ. ഇത് 1 വരെ. ഓക്കെ, അപ്പോൾ 90,000 രൂപക്ക് അല്ലേ? 90,000 രൂപ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു ലോ കിലോമീറ്റർ എറ്റിയോസ് ആണ്. ടൊയോട്ടയുടെ എറ്റിയോസ് സെഡാൻ കാറ്റഗറി വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. കാരണം ഒരുപാട് വരുന്നുണ്ട്, അതുകൊണ്ട് എടുത്ത് പറഞ്ഞത്. KL19 രജിസ്ട്രേഷൻ. ഇതിൻ്റെ ആ ഒരു കിലോമീറ്റർ കുറവുകൊണ്ട് തന്നെ പ്രൈസ് കുറച്ചൊരു മാറ്റമുണ്ട്, കൂടുതലുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ് കേട്ടോ. മൈന്യൂട്ട് ആക്സിഡന്റ് പോലും വണ്ടിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. മൈന്യൂട്ട് ആക്സിഡന്റ് പോലും ഉണ്ടായില്ല. റീപ്ലേസ്മെന്റ് ഇല്ല. ബമ്പറിൽ വെച്ചിട്ട് മെറ്റൽ ബോഡിയിൽ ടച്ചപ്പ് ചെയ്തില്ല വണ്ടി. 30,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 2013 മോഡല് 30,000 കിലോമീറ്ററിൻ്റെ ഡീസൽ, സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ കവർ ഇൻഷുറൻസോട് കൂടിയിട്ട് ഡബിൾ എയർ ബാഗ് വരുന്ന ടൈപ്പാണ് ഇത്. GDSP-ലാണ് ഡബിൾ എയർ ബാഗ് ഡബിൾ എയർ ബാഗ് വരുന്ന. 2013 ഡബിൾ എയർ ബാഗ് വരുന്ന GDSP ആണ് ഓപ്ഷൻ. അതിൽ തന്നെ ലോ കിലോമീറ്റർ, വെറും 30,000. ഡീസലിലാണ്. പീരിയോഡിക്കലി സർവീസ് ഒക്കെ കറക്റ്റ് പോയിട്ടുണ്ട്. അതെ അതെ, കറക്റ്റ് സർവീസ്. സിംഗിൾ ഓണർഷിപ്പാണ്. സിംഗിൾ ഓണർഷിപ്പോട് കൂടി വെൽ മെയിൻറ്റൈൻഡ് വണ്ടി അല്ല? തീർച്ചയായിട്ടും. അതല്ല ഓടിയിട്ടുള്ളൂ. ഓക്കെ, കുറഞ്ഞ ഓട്ടോ ഓടി വണ്ടിയല്ലേ. എത്ര ഇപ്പോൾ ചോദിച്ചത്? നമുക്ക് 4 ലക്ഷം രൂപ. 4,50,000 ചോദ്യമാണ്. എന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കാം? കുഞ്ഞു വ്യത്യാസം ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ലോ കിലോമീറ്റർ വണ്ടി തപ്പുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. എത്ര ലക്ഷം ഇനി ഓടാൻ കിടക്കുന്നില്ലേ? 5 കോടി 6 കോടി വണ്ടി നമുക്ക്. അതെ, കൂളായിട്ട് കൊണ്ട് കിടക്കുന്നുണ്ട് ഇപ്പോൾ ടൊയോട്ടയുടെ. ഡീസലാണ്, മൈലേജും ഉണ്ടാവും. 20-22 റേഞ്ച് മൈലേജും കിട്ടും. സുഖസുന്ദരമായിട്ട് കൊണ്ടു നടക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു വില എന്ന് പറയുന്നത് കിലോമീറ്ററിൻ്റെ കുറവാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് നമ്മുടെ ഫാമിലി കുറച്ച് വലുതാണെങ്കിൽ 7 പേർക്ക് നല്ല സുഖസുന്ദരമായിട്ട് മൈലേജോട് കൂടി യാത്ര ചെയ്യാൻ പറ്റിയ ഒരു എർട്ടിഗയാണ്. KL10 രജിസ്ട്രേഷനുള്ള എർട്ടിഗ. എന്തെങ്കിലും ഡീറ്റെയിൽ? ഞങ്ങൾ മലപ്പുറക്കാരനാണ്. അതെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2015 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 90,000 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസുള്ള ഡീസൽ VDI വണ്ടി. VDI മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, ബാക്ക് വൈപ്പർ വരുന്നുണ്ടോ? സെൻട്രലൈസിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന ഫീച്ചറുള്ള വണ്ടിയാണ്. ഇത്രയും ഫീച്ചേഴ്സ് വരുന്നുണ്ട്. മൈലേജ് അറിയാലോ, 18 to 20, 21 ആ റേഞ്ച് മൈലേജ് കിട്ടും. ഓക്കെ, ഒരു ക്ലെയിമില്ല. ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ബമ്പറിലൊക്കെ ഉണ്ടായിരിക്കാം. മെറ്റൽ ബോഡി വണ്ടി നമുക്ക് റീപ്ലേസ്മെന്റ്, മറ്റു ഗ്ലാസ് മാറുക, ബോണറ്റ് മാറുക, ഡോർ, അങ്ങനെ ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ ജെനുവിനാണ്. മെക്കാനിക് നല്ല പെർഫെക്റ്റ് ആണ്. ടൈം എഞ്ചിൻ്റെ ബഹളങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ടൈം എഞ്ചിനൊക്കെ അവർ മാറിയിട്ടുള്ളതാണ്. മെക്കാനിക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകും. 2015 വണ്ടിയാണ് VDI. എത്രയാണ് ചോദിക്കുന്നതിന്? നമുക്ക് 5-15 കൊടുക്കാം.
5,15,000 രൂപയ്ക്ക് 2015 VDI ഡീസൽ 1 ലക്ഷത്തിൽ താഴെ ഓടിയ വെറും 90,000 കിലോമീറ്റർ ഓടിയ ഈ ഒരു എർട്ടിഗ ഇൻഷുറൻസ്, ടയർ ബാഗ് പെർഫെക്റ്റ്, എല്ലാം പെർഫെക്റ്റ്, എല്ലാം ഓക്കെ. കൊണ്ടുപോകാൻ ഓടിക്കുക അല്ലേ? തീർച്ചയായിട്ടും. അടുത്ത വണ്ടിയില്ലേ? ഇനി 7 സീറ്ററിൽ നിങ്ങൾക്ക് ഇത്ര മൈലേജ് വേണ്ട, ഞങ്ങൾക്ക് കുറച്ച് പവർ വേണം, കുറച്ചും കൂടി കംഫർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇന്നോവയുണ്ട് അല്ലേ? ഇന്റർകൂളറാട്ടോ. ഇന്റർകൂളറാണ് അറിയാം. ഇന്റർകൂളർ എഞ്ചിനാണ്. ഒരു 12-13 ഒക്കെ മൈലേജ് കിട്ടുമായിരിക്കും അല്ലേ? ഓക്കെ. നിലവിൽ UK രജിസ്ട്രേഷനാണ്, ഉത്തരാഖണ്ഡ്. ഇങ്ങോട്ടേക്ക് മാറിയോ? NOC എവിടെയെങ്കിലും? നിലമ്പൂർ തന്നെയാണ്. KL 71 എടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്പർ ആക്കിയിട്ടുള്ള വില? ഓക്കെ. മോഡൽ കാര്യങ്ങളൊക്കെ 2014 മോഡല് V ആണ് ഓപ്ഷൻ. സോറി സെഡ് ആണ് ഓപ്ഷൻ. ഏറ്റവും ടോപ്പ് വേണ്ടി വേണ്ടി സെഡ്. എന്നോട് ഇപ്പൊ സെഡ് എന്ന് പറഞ്ഞിട്ടല്ലോ. 2014 സെഡ് ആണ്. 4 പുത്തൻ ടയർ വാങ്ങിച്ചിട്ട് വെച്ചിട്ടുള്ളൂ. 4 പുതിയ ഫ്രഷ് ടയർ, അടിപൊളി ടയർ, എല്ലാ ക്വാളിറ്റി സീറ്റ് കവർ കാര്യങ്ങൾ ഇന്ത്യയിലെല്ലാം ഫ്രഷ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുന്ന വണ്ടിയാണ്. 14 ഏറ്റവും ഫുൾ ഓപ്ഷനാണ് സെഡ്. ഇതിന്റെ മേലെ ഒരു ഓപ്ഷൻ ഇല്ല. ഏറ്റവും ടോപ്പ് വേണ്ടി വണ്ടിയാണ്. നല്ല മെക്കാനിക്കൽ ക്വാളിറ്റിയാണ് വണ്ടി. എല്ലാം ഓട്ടം ഇത് 1,90,000 കിലോമീറ്റർ ഓട്ടം. 190. സർവീസ് പ്രോപ്പർ 190 പ്രോപ്പർ കമ്പനിയിലെ സർവീസ് ഉണ്ട് അല്ലേ? ഓക്കെ. അവിടെ ഓണർഷിപ്പ് എത്രയാ? അവിടെ സെക്കൻഡ്. ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ ഇപ്പോൾ തേർഡ് ഓണർഷിപ്പിലോട്ട്. ക്ലെയിം ഒന്നുമില്ല. ഓക്കെ. എത്ര ചോദിക്കുന്നത് ഇപ്പോൾ? നമ്പർ 8 ലക്ഷം രൂപയ്ക്ക് നമ്പർ ആക്കിയിട്ട് സെഡ് വണ്ടി കൊടുക്കുന്നത്. സെഡ് ആണ്, B അല്ല. ഇത് ഓപ്ഷൻ മാറുമ്പോൾ തന്നെ നല്ല വില വ്യത്യാസം വരും. അപ്പോൾ സെഡ് നമ്പർ ആക്കിയിട്ട് കേരള നമ്പർ ആക്കിയതിന് ശേഷം, KL 71 നമ്പർ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് 8,50,000 രൂപയ്ക്ക് കൊണ്ടുപോകാം. ചെറിയ എന്തെങ്കിലും വ്യത്യാസം ലോണ് കയറുമല്ലോ? ഓ തീർച്ചയായും. ഇൻഷുറൻസ് 8 ലക്ഷം IDV ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലേ? ഒരു 7-7.5 വരെയൊക്കെ ലോൺ കയറി. റിഡ്സ് ആണ് അടുത്തത്. പെട്രോൾ VXI മിഡിൽ ഓപ്ഷൻ പെട്രോൾ വണ്ടി. KL 45 ഇരിഞ്ഞാലക്കുളം അല്ലേ? അതെ. എങ്ങനെ ഡീറ്റെയിൽ? 2014 മോഡലാണ് വണ്ടി. പെട്രോൾ ആണ്. VXI ആണ് ഓപ്ഷൻ വണ്ടി വരുന്നത്. ഇത് റീപ്ലേസ്മെന്റ് ആയിട്ട് കാര്യങ്ങളൊന്നും നിലവിൽ വണ്ടിയിലില്ല. മെക്കൽ വയർ എല്ലാം പെർഫെക്റ്റ് ആണ്. ഓയിൽ സർവീസ് ഒക്കെ കഴിഞ്ഞ് വെച്ചോളൂ. കമ്പനി നല്ല പുറത്ത് ചെയ്തിട്ടുള്ളത്. 90,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. 90,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇപ്പോൾ ഓയിൽ സർവീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൂ. ചെയ്താൽ മതി. അതെ, വളരെ ചെയ്യും. ഇനി അതേപോലെ ടയർ ബാങ്കുകളൊക്കെ ആവറേജ് കുഴപ്പമില്ലാത്ത 60-70% ടയർ ബാങ്കുകളുണ്ട്. നമുക്കിത് 2,70,000 കൊടുക്കാൻ പറ്റുന്നുണ്ട്. 2,70,000 രൂപയ്ക്ക് 2014 VXI റിഡ്സ് കൊണ്ടുപോകാം. റിഡ്സ് വേറെ സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ? വേറെ നമുക്ക് 2014 വണ്ടി തന്നെ നമുക്ക് ZXI വണ്ടി വരുന്നുണ്ട്. നമുക്ക് 4 പുത്തൻ ടയറൊക്കെ അത് നമുക്ക് 3,15 ലക്ഷം രൂപ. അതിന് 3,4 ZXI. ഇത് VXI ആണ്. 2,70,000 ആണ് ചോദ്യം. ഒരു 2-2.5 വരെയൊക്കെ ലോൺ കയറിപ്പോ. മറ്റേ വൈറ്റ് വണ്ടിയാണ്. മറ്റേ വണ്ടി ഉള്ളത് 4 പുത്തൻ ടയർ ഉണ്ട്, അലോയ് എയർ ബാഗ്, ബാക്ക് വൈപ്പറൊക്കെ വരുന്ന ഫീച്ചേഴ്സ് വരുന്ന ZXI ടോപ്പ് വരുന്ന വണ്ടിയാണ്. വൈറ്റ് കളറാണ് വണ്ടി വരുന്നത്. ഓക്കെ. ഇത് VXI. അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. എന്തായാലും ഒരു 10-20,000 രൂപ വേണ്ട ഇറക്കി കൊണ്ടുപോകാം. 2,70,000 ചോദിക്കുന്നു. 2,500 ലോൺ കിട്ടും. അടുത്ത വണ്ടിയിൽ അടുത്തത് കമ്പനി നിർത്തിപ്പോയിട്ടും എന്നും നിരത്തുകൾ അടക്കി ഭരിക്കുന്ന ഒരു ഐറ്റം എക്കോ സ്പോർട്ടാണ്. KL 59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വണ്ടി. ഇതിപ്പോൾ വെറുതെ ഇതിൻ്റെ അടിയിൽ ആൾക്കാർ വന്ന് പറയും ഇതിനങ്ങനത്തെ ഇതൊന്നുമില്ല, വാല്യൂല്ല, കാര്യമില്ലാതെ. പക്ഷേ നിങ്ങളൊരു വണ്ടിക്ക് ഇറങ്ങി അന്വേഷിച്ച് നോക്കണം. അപ്പോൾ ഓക്കെ, വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്നെ വിളിച്ചു ചോദിക്കാറുണ്ട് പലരും. ഇന്നേ വണ്ടി എടുക്കുമ്പോൾ ഇതിനെ കുടുംബക്കാരൊക്കെ ഇങ്ങനെ പറയുന്നു. സ്വന്തം ആഗ്രഹം എന്താണെന്ന് നോക്കുക, വണ്ടിയുടെ പെർഫോമൻസ് കാര്യങ്ങൾ നോക്കുക, വണ്ടി എടുക്കുക. ആരും പറയുന്ന കേട്ടിട്ട് എടുക്കാൻ നിൽക്കരുത്. കുടുംബക്കാർ പറഞ്ഞാൽ ആൾട്ടോ എടുക്കലുണ്ടാവും. ഓക്കെ, ഓരോരുത്തർ ഇഷ്ടം എന്താ നമുക്ക് വണ്ടി എടുക്കുക, അത്രേ ഉള്ളൂ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 വരെ ന്യൂ ഷേപ്പ് വരുന്ന വണ്ടി. അതിൽ 2018 മോളിൽ ടൈറ്റാനിയം വരുന്നത്. ബട്ടർ സ്റ്റാർട്ടും കാര്യങ്ങളും എല്ലാം വരുന്ന ന്യൂ ഷേപ്പിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പോട് കൂടി വരുന്ന വണ്ടിയാണ്. ഡീസൽ വണ്ടി. 110 ഓട്ടം. അത് ജെനുവിൻ കിലോമീറ്റർ ആണ് വണ്ടി. പ്രോപ്പർ കമ്പനി സർവീസ് ആണ് ചെയ്തിട്ടുള്ളത്. ടയർ ബാങ്കുകളൊക്കെ ഏകദേശം 90% ടയർ ബാങ്കുകളുണ്ട്. റീപ്ലേസ്മെന്റ് മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഫുൾ കവർ ഇൻഷുറൻസ് വണ്ടിക്കുണ്ട്. അപാകങ്ങളില്ല. മെക്കാനിക് ഭയങ്കര ക്വാളിറ്റിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങൾക്ക് അഡീഷണൽ ചെയ്തിട്ടുണ്ട് വണ്ടി. ഇത് നമുക്ക് 6,40 കൊടുക്കാൻ പറ്റും. 6,45,000 രൂപയ്ക്ക് 2018 ടൈറ്റാനിയം പുഷ്പട്ടൺ അടക്കം വരുന്ന ടോപ്പിൻ്റെ തൊട്ട് താഴെ ഓപ്ഷൻ വരുന്ന ഡീസൽ എക്കോ സ്പോർട്ടാണ് 2018 വണ്ടി. ന്യൂ ഷേപ്പ്. മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ച് മൈലേജ് കിട്ടും. ഫുൾ ഓപ്ഷൻ തന്നെ നമ്മൾ സൺറൂഫ് മാത്രം അഡീഷണൽ വരാനുള്ളൂ. അത് SX-SL എയർ ബാഗും വരും. എയർ ബാഗും സൺറൂഫ് കൂടി അഡീഷണൽ വരും. ഓക്കെ. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. 6,45 നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇത് ചിലപ്പോൾ 1 ലക്ഷത്തിൻ്റെ അടുത്ത് ഓടി ടൈമിംഗ് മാറി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ്. ഇനി ഒരു 80,000 90,000 കിലോമീറ്റർ ഓടിയിട്ട് മാറേണ്ടി വരും. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഓടിച്ച് കൊണ്ടുപോകാം. പിന്നെ ഡീസൽ വണ്ടി എടുക്കുമ്പോൾ പെർഫോമൻസ് എല്ലാം കിട്ടും, സേഫ്റ്റി എല്ലാം ഉണ്ട്.
മൈലേജും കൂടി ഒന്ന് നോക്കണം, മെയിൻ്റനൻസും കൂടി ഒന്ന് നോക്കണം. അതും കൂടി മനസ്സ് കണ്ടിട്ടേ എടുക്കാവൂ, അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിൽ ഒരു എക്കോ സ്പോർട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നേരത്തെ കണ്ട വിലക്ക് എടുക്കാൻ പറ്റൂല്ലെങ്കിൽ അതിലും കുറഞ്ഞ വിലയുള്ള ഒരു എക്കോ സ്പോർട്ടാണ്. KL 27 രജിസ്ട്രേഷൻ വാഹനം. ഇതും ഡീസലല്ലേ? ഡീസലാ. ഏതാ മോഡൽ? ഇത് 2014 മോഡൽ, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ടൈറ്റാനിയം പ്ലസ്. അതായത് 6 എയർ ബാഗും ബട്ടർ സ്റ്റാർട്ട് കൂടി വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നുണ്ട്. ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. അതേപോലെ തന്നെ മെക്കാനിക് ഹൈ ക്വാളിറ്റി മെക്കാനിക്. 14 വണ്ടി, നല്ല മെക്കാനിക് ക്വാളിറ്റി. 2 ടയർ ഏകദേശം ഒരു 80% ടയർ ഫ്രണ്ട്, ബാക്കിൽ ഏകദേശം ഒരു 30-40% ടയർ ബാക്ക് വാഷ് കുറവാണ് പോയിട്ടുണ്ട്. അഡീഷണൽ സീറ്റ് കവറും കാര്യങ്ങളും ചെയ്ത് മെക്കാനിക് ഭാഗം ഒന്നും നോക്കാല്ല, ഒരു ക്ലെയിമില്ല, ഒരു റീപ്ലേസ്മെന്റ് വണ്ടിക്കില്ല, ഒന്നുമില്ല. നല്ല മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 1,55,000 കിലോമീറ്റർ സർവീസിലുണ്ട്. 1.55 സർവീസ് ഉണ്ട്. 2014 മോഡൽ ടൈറ്റാനിയം പ്ലസ്, ഏറ്റവും ടോപ്പ് ആണ്. ഡീസൽ 18-20 റേഞ്ച് മൈലേജും കിട്ടുന്നുണ്ട്. ഓണർഷിപ്പ് എത്ര ഇപ്പോൾ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. ഓക്കെ, എത്രയാണ് ചോദിക്കുന്നതിന് ഇപ്പോൾ? ഇത് നമുക്ക് 3.95 കൊടുക്കാം. 3,95,000 രൂപയ്ക്ക് 2014 ടൈറ്റാനിയം പ്ലസ്, ഏറ്റവും ടോപ്പാണ്. ചോദിക്കോ. ഓക്കെ, അപ്പോൾ ലോൺ എത്ര വരും? 3.5 വരെ കിട്ടുമോ? അത് 90% ലോൺ കിട്ടേണ്ടതാണ്. അതായത് ഒരു 10-20 രൂപ മുടക്കിയാൽ കിട്ടേണ്ടതാണ് ഈ വണ്ടിക്ക്. കഴിഞ്ഞ വർഷം 14 വണ്ടി ഫുൾ ഓപ്ഷൻ അല്ലാത്ത വണ്ടിക്ക് എനിക്ക് ഏകദേശം 4 ഇവിടെ അടുത്ത് ലോൺ കിട്ടിയിട്ടുണ്ടല്ലേ? ഓക്കെ, അതാണ് വാല്യൂ ഇപ്പോഴും ഉണ്ട് വണ്ടിക്ക്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു വെറൈറ്റി കളർ Hyundai i20 ആണ്. KL 39 രജിസ്ട്രേഷൻ, ഡ്യുവൽ ടോൺ ആണ്. സെയിം ഡ്യുവൽ ടോൺ. ഓക്കെ, ഏതാ മോഡൽ? 2018 മോഡൽ ലാസ്റ്റ്. അതിനോടാണ് ഈ ഷേപ്പിന് വ്യത്യാസം വരുന്നത്. ഫോഗ്ലാമ്പിന്റെ ഡബിൾ ടൈപ്പ് വരുന്നത് 2018 ആണ്. ഡീസലാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. ഡീസൽ i20 ആണ്. പെട്രോൾ ആണെങ്കിൽ മൈലേജ് ഉണ്ടാവില്ലേനും. ഇതിപ്പോൾ 18-20 റേഞ്ച് മൈലേജ് വേരിയന്റാണ് വണ്ടി വരുന്നത്. ടോപ്പിന്റെ തൊട്ട് താഴെ ഇതിന്റെ മേലെ ഓപ്ഷനിൽ ഉണ്ടാവും. അതിന്റെ തൊട്ട് താഴെ അതിൽ പ്രൊജക്ട് ഹെഡ് ലാമ്പ്, 6 എയർ ബാഗ്, അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. നല്ല ക്വാളിറ്റി മെയിൻ ചെയ്തിരിക്കുന്ന വണ്ടി. ഇതിന്റെ അലോയ്സ് കണ്ടാൽ ആസ്റ്റ ഓപ്ഷണൽ അലോയ്സ് ആണെന്ന് തോന്നുന്നു. ഇത് മറ്റേ ആസ്റ്റയെ തന്നെ സ്പെഷ്യൽ എഡിഷനിൽ വന്നാണ് വണ്ടി. സ്പെഷ്യൽ എഡിഷൻ, അത് ഡ്യുവൽ ടോണ്. പിന്നെ അതുപോലെ അതുപോലെ അതിന് അഡീഷണൽ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുടെ സീറ്റ് ഓർവ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. ഇപ്പോൾ ഞങ്ങൾ ഈ വണ്ടി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് ഇതിന്റെ ലുക്ക് നിങ്ങൾക്ക് മനസ്സിലാത്തത്. ഇത് പുറത്ത് നല്ലൊരു റോഡ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിന്റെ ലുക്ക് വേറെ തന്നെ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ സ്പോയിലർ കാര്യങ്ങൾ ഒക്കെ ചെയ്ത് ഇപ്പോൾ ഇത്രയും വണ്ടീൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നതുകൊണ്ട് മനസ്സിലാവില്ല അല്ലേ? അതുപോലെ 2 ഫ്രഷ് ടയർ 100%, ബാക്കിലെ ടയർ 80%. ഓക്കെ, പുതിയ ടയേഴ്സ്, ഫ്രണ്ടിൽ ടയേഴ്സ് ആണ്. അതേപോലെ സ്പോയിലർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 1 lakh കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് ആണ്. ഫുൾ കമ്പനി സർവീസ് ആണ്. അത് മാത്രമല്ല ഇപ്പോൾ ഇതിന് ഫുൾ കവർ ഇൻഷുറൻസ് നമ്മൾ അഡീഷണൽ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. 6 ലക്ഷം ഐഡിയ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കമ്പനി അല്ലാതെ പുറത്തുനിന്ന് ഇപ്പം തന്നെ ഞാൻ ഓയിൽ സർവീസ്, ബുഷ്, മറ്റു കാര്യം മൈന്യൂട്ട് കംപ്ലൈൻറ്റ് വരെ നമ്മൾ തീർത്ത് വെച്ചിട്ടുണ്ട്. ഒന്നും ചെയ്യാനില്ല ഇപ്പോൾ. ഒന്നും എടുക്കുക ഓടിക്കാതെ ഒരു പരിപാടി വണ്ടി ചെയ്യാൻ. മേജറും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. ഓയിൽ സർവീസ്, ഓയിൽ ഫിൽറ്റർ, അങ്ങനെ എല്ലാം ബുഷുകൾ, ലോറാമിൻ്റെ എല്ലാം പുറത്ത് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചുള്ളൂ വണ്ടി. ഓക്കെ, മെക്കാനിക് തന്നെയാണ് പറയുന്നത്. പിന്നെ ഒരു അംശമാണ് മൈനൂട്ട് കൊണ്ട് ചെയ്യാനേ വണ്ടിയിൽ ഒന്നും ചെയ്യാനില്ല. എടുക്കുക. അതേപോലെ ഇതിൻ്റെ ക്ലച്ചസ് ഓൾറെഡി കമ്പനി തന്നെ മാറ്റിയില്ലാണ്, അതിന് സ്ത്രീലില്ലാണ്, അപ്പോൾ മാറിയില്ലാണ് വണ്ടിയിൽ. എല്ലാ ഭാഗം പെർഫെക്റ്റ് കൊണ്ടുവന്ന വണ്ടി. ഓക്കെ, നല്ല അടിപൊളി സീറ്റ് കവറും ഒരു ലുക്ക് ഉണ്ട് കേട്ടോ, പ്രീമിയം ലുക്ക് ഉണ്ട് ഉള്ളിൽ ഇരുന്നാൽ. ഓക്കെ, എത്ര ചോദിക്കുന്നതിന്? നമുക്ക് 6,40 കൊടുക്കാം. 6,45,000 രൂപയ്ക്ക് 2018 ആസ്റ്റ ഡീസൽ i20 നിങ്ങൾക്ക് കൊണ്ടുപോകാം. വില എന്തൊക്കെ മാറി ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. വീണ്ടും ഹോണ്ട തന്നെ, സിറ്റിയാണ്, സെഡാൻ കാറ്റഗറി, KL 1 തിരുവനന്തപുരം വണ്ടി. ഇതും ഡീസലാ. ഈ വേരിയന്റ് ഡീസൽ ന്യൂ ഷേപ്പാണ്. 17 ന്യൂ ഷേപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 17 സ്റ്റാർട്ട് ചെയ്യുന്നത്. 16 ഓൾഡ് ഷേപ്പ് വരാം. 17 ന്യൂ ഷേപ്പ് വരുന്ന വണ്ടി. ഇത് V ആണ് വരുന്ന വണ്ടി. മിഡിൽ ഓപ്ഷൻ ആണ്. അതായത് V എന്ന് പറഞ്ഞാല് സൺറൂഫ് വെച്ച് ബാക്കി ബട്ടർ സ്റ്റാർട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഓൾമോസ്റ്റ് എല്ലാം വരും, അലോയ്സ് എല്ലാം വരും. ഇതിന് മുന്നത്തെ വീക്ക് ബട്ടർ സ്റ്റാർട്ട് വരില്ല, കീ സ്റ്റാർട്ട് വരിക 16 വരെ ഉള്ളത്. 17 ന്യൂ ഷേപ്പോടുകൂടി V തന്നെ ബട്ടർ സ്റ്റാർട്ട് ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും. സൺറൂഫ് ഉണ്ടാവും, ബാക്കി എല്ലാം ഉണ്ടാവും. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ ആണ്, ഡീസലാണ് വണ്ടി. ടയർ വാങ്ങലൊക്കെ ഒരു 90% ടയർ വാങ്ങലുള്ള വണ്ടിയാണ്. മേജർ ആക്സിഡന്റുകളൊന്നുമില്ല, റീപ്ലേസുകളൊന്നുമില്ല, നല്ല ക്വാളിറ്റി കൊണ്ടെടുക്കുന്ന വണ്ടി. അപ്പോൾ ഒരു നല്ല ഡീസൽ സിറ്റി തപ്പി നടക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? 6,00,000 ലക്ഷം കൊടുക്കാം. 6,25,000 രൂപയ്ക്ക് 1,71,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. ആ 1,71,000 കിലോമീറ്റർ കമ്പനി പ്രോപ്പർ കമ്പനി സർവീസ് കൊടുക്കണം. 1,70 ചെയ്തിട്ടുണ്ട്. 1,70 ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രോപ്പർ ഹിസ്റ്ററി പോയിട്ട് ഹോണ്ട വണ്ടിയാണ്. പോലെയാണ്, അത് പ്രശ്നമില്ല, പേടിക്കാനില്ല. പ്രോപ്പർ മെയിൻറ്റൈൻഡ് ആണ്. അപ്പോൾ ഒന്നും നോക്കാനില്ല. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് തന്നെ നടക്കുന്ന വാഹനമാണ്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. ലോൺ എത്ര കയറും? നമുക്കൊരു 6 ലക്ഷം രൂപ നോർമലി കയറും. 6 ലക്ഷം വരെ. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു പ്രീമിയം സെഗ്മെന്റിൽ നിർത്തുകയാണ്. ഇത് മാത്രമല്ല, ഒരുപാട് വണ്ടികൾ വേറെ ഉണ്ട്. ഡസ്റ്റർ വേറെ ഉണ്ട്, താറുണ്ട്,
TUV ഉണ്ട് അല്ലേ, ബലേനോ ഉണ്ട്, BRV ഉണ്ട്, ഉണ്ട്, ഒരുപാട് വണ്ടി ആൾട്ടിസിന് വേറുണ്ട്, അമേസ് ഓട്ടോമാറ്റിക് ഉണ്ട്, ഏത് ആൾട്ടിസിന് ചെറിയ ആൾട്ടിസ് ഉണ്ട് നമ്മുടെ അടുത്ത്, പല വണ്ടികൾ ഇനിയുണ്ട് നമ്മുടെ. ഏത് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം. അപ്പോൾ ഇത് Audi Q3 ആണ്, ഒറിജിനൽ കേരള വണ്ടി, KL 24 രജിസ്ട്രേഷൻ, ഒറിജിനൽ കേരള, റെഡ് കളർ അല്ലേ? അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2014 മോഡലാണ് വണ്ടി, ഡെലിവറി രജിസ്ട്രേഷൻ 2015 6 മാസം. ഓക്കെ. റീപ്ലേസ്മെന്റ് മറ്റു കേരളം ഒന്നുമില്ല, മൈനോട്ട് ആക്സിഡന്റ് പോലും വണ്ടിക്കില്ല, ഒറിജിനൽ കേരള വണ്ടിയാണ്, ഒന്നുമില്ല. ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 80% ടയർ ഭാഗങ്ങളുണ്ട്. അതുപോലെ 14 ലക്ഷം രൂപ IDയുള്ള ഇൻഷുറൻസ് ഉണ്ട് അല്ലെങ്കിൽ വണ്ടിക്ക്. 14 ലക്ഷം. ഇത് ഫുൾ ഓപ്ഷൻ അല്ലേ? ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ, സൺറൂഫ്, പ്രീമിയം പ്ലസ് ആണ് വണ്ടി. 14 മോഡൽ, 15 രജിസ്ട്രേഷൻ, പ്രീമിയം പ്ലസ്. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 1,30,000 കിലോമീറ്റർ. ആ 30,000 കിലോമീറ്റർ കമ്പനി സർവീസാണ്, ഫുൾ സർവീസ് അല്ല, കമ്പനി സർവീസ്. ഇനി 1.45 ചെയ്താൽ മതി അല്ലേ? കഴിഞ്ഞില്ലേ ലാസ്റ്റ് സർവീസ് ചെയ്തത്? ഓക്കെ. മേജർ അങ്ങനത്തെ എല്ലാം കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞ കമ്പനി തന്നെയാ? കമ്പനി തന്നെ എല്ലാ സർവീസ്, ഒരു സർവീസ് പുറത്ത് ചെയ്തിട്ടില്ല, ഫുള്ള് ഹിസ്റ്ററി എല്ലാ. ഓക്കെ. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് 3. ഓക്കെ. തേർഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. എത്രയാണ് ചോദിക്കുന്നതിനിപ്പോൾ? ഇത് നമുക്ക് 11,90 കൊടുക്കാം. 11,90,000 രൂപയ്ക്ക് ഒറിജിനൽ കേരള Audi Q3 നിങ്ങൾക്ക് കൊണ്ടുപോകാം. റെഡ് കളർ വാഹനമാണ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ, ഒറിജിനൽ കേരളയാണ്. 14 മോഡൽ, 15 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. 11,90 കൊണ്ടുപോകാം. ലോൺ എത്ര കയറും? 10 ലക്ഷം രൂപ നോർമലി കയറും. നല്ല പ്രൊഫൈൽ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് 11 വരെ നമുക്ക് ആക്കി കൊടുക്കും, ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 90,000, ഒരു 1 ലക്ഷം ഒക്കെ ഇറക്കി കൊണ്ടുപോകാം, ഓടി കൊണ്ടുപോകാം. നല്ല വണ്ടി, ഒറിജിനൽ കേരള നല്ല വണ്ടി. നമുക്ക് കാണുമ്പോൾ ഉള്ളൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ക്വാളിറ്റി മെയിൻ ചെയ്ത് കൊടുക്കുന്ന വണ്ടിയാണ്. ഇത് ഓണർഷിപ്പിന് മാറാൻ കാരണം പേര് മാറാണ്ട് ഒരു വ്യക്തികൾ നമുക്ക് RC തരുന്നില്ല. ഇനിയിപ്പോൾ യൂസ്ഡ് കാർ മാർക്കറ്റിൽ സംഭവിക്കാൻ പോയേക്കാവുന്ന ഒരു കാര്യമാണ്, ഇനിയിപ്പോൾ ഓണർഷിപ്പിന്റെ കണക്ക് ഔട്ട് ഓഫ് ഫാഷൻ ആവും മിക്കവാറും. കാരണം മാർഗമല്ല, കസ്റ്റമർക്കും പേടിയാണ്, തരുന്നവർക്കും പേടിയാണ്, കൊടുക്കുന്ന ഇല്ലെങ്കിൽ ആ പുതിയ നിയമത്തിന്റെ ഭാഗമായിട്ട് ഷോറൂമാർ നിങ്ങളത് എടുത്തോ, ലൈസൻസ് ആയോ? ലൈസൻസ് ആയി. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമുണ്ട്. ഈ കമ്പനിയിൽ ഓഫർ കയറി വരണമെന്നുണ്ടെങ്കിൽ പുതിയ കസ്റ്റമറുടെ പേരിലേക്ക് വണ്ടി മാറിയാൽ മാത്രമേ കമ്പനിയിൽ ഓഫറുകൾ കിട്ടുള്ളൂ, കമ്പനി എക്സ്ചേഞ്ച് ചെയ്യുന്ന വണ്ടികൾക്ക്. അവർ പുതിയ വണ്ടി എടുക്കാൻ നോക്കുമ്പോൾ അവർക്ക് ഓഫർ കിട്ടണമെങ്കിൽ ഒരു കസ്റ്റമർ മാറിയാലും ഓഫർ കയറി പോകുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഷോപ്പിന്റെ പേരിലേക്ക് മാറുമ്പോൾ നെറ്റിലോ പരിവാഹൻ സൈറ്റിലോ കാണിക്കൂല, ഓൾറെഡി ആദ്യത്തെ കസ്റ്റമർ പേരിൽ കാണിക്കുള്ളൂ. അതിന് ഉത്തരവാദിത്തം നമുക്കാണെന്നുള്ള രേഖാമൂലം RTOസിലൊക്കെ ഉണ്ടായെങ്കിൽ പോലും നെറ്റിൽ കാണിക്കല്, നെറ്റ് കാണിച്ചാലേ അവർക്ക് പുതിയ വണ്ടി എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ കസ്റ്റമർക്ക് പേര് മാറേണ്ട RC തരില്ല, കാരണം അവർക്ക് ഓഫർ കിട്ടിയാലും അവർക്ക് പുതിയ വണ്ടി ഇറങ്ങി പോകും. അങ്ങനെയാണ് ഇനി ഭാവിയിൽ ഇപ്പോൾ ഓണർഷിപ്പ് എത്രയായെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസ്ഥയായി. ക്വാളിറ്റി ഉണ്ടോ, മെയിൻ്റനൻസ് എങ്ങനെയുണ്ട്, റീപ്ലേസ്മെന്റുകൾ ഉണ്ടോ, മറ്റേ ആക്സിഡന്റുകൾ ഉണ്ടോ, അത് ചെക്ക് ചെയ്യാൻ ഇനി മാർഗമുള്ളൂ. പിന്നെ നമ്മൾ സേഫാണ്, പേര് മാറുന്നതോടുകൂടി. മറ്റേ പിന്നെ കസ്റ്റമർ OTP ഉണ്ടാകുന്നത് അവർ പിന്നെ സമയത്ത് നമ്മൾ ബാർഗൻ ചെയ്യാണ്, OTP തരണമെങ്കിൽ 50,000 മണിക്ക് അങ്ങനെ കേസ് വന്നു. ഫുള്ള് ക്യാഷ് കൊടുത്തിട്ട് വണ്ടി വാങ്ങിച്ച് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഈ വണ്ടി OTP കസ്റ്റമർ വിളിച്ചപ്പോൾ കസ്റ്റമർ നമുക്ക് വാങ്ങിച്ചത് കമ്പനി എക്സ്ചേഞ്ച് മുഖേന വന്നു. അപ്പോൾ കമ്പനി അവർ പറയാണ് ഞങ്ങൾ കമ്പനിക്കാരെ എക്സിക്യൂട്ടീവ് നമുക്ക് കുറച്ച് ക്യാഷ് തരാണ്ട്, അത് തന്നാലേ ഉള്ളൂ, 50,000 രൂപ വേണമെന്ന് പറഞ്ഞത് നമ്മളോട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ബാർഗിൻ പ്രശ്നമൊക്കെ വരും, കാരണം അവരടുത്തുള്ള പിന്നെ തലപ്പോഴും അവരുടെ കയ്യിലാണ് ഹൃദയം കിടക്കുന്നത്. അപ്പോൾ അവർ തീരുമാനിക്കണം നമുക്കത് ഫൈനലൈസ് ചെയ്യണം എങ്ങനെ. അപ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഫൈൻ വന്നവർ അടയ്ക്കൂല, നിങ്ങൾ വേണമെങ്കിൽ അടച്ചോ എന്ന് പറയും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരില്ല, അത് മാറിക്കൊണ്ടിരിക്കും, പേര് മാറിക്കൊണ്ടിരി. ഓക്കെ. എന്തായാലും തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വണ്ടൂർ കാസ്റ്റിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. കൃഷ്ണോട്ടാ, താങ്ക് യു.